എല്ലാവർക്കും കുപ്പു സ്റ്റാർട്സിലേക്ക് സ്വാഗതം. പണ്ട് കാലത്ത് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഉറിയിലായിരുന്നു. ഇപ്പോഴത് ഫ്രിഡ്ജിലേക്ക് മാറി. ഭക്ഷണ സാധനങ്ങൾ അരച്ചെടുക്കുന്നതിനായി അമ്മിക്കല്ലും ആട്ടുകല്ലുമായിരുന്നു പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴവ മിക്സിയും ഗ്രൈൻഡറും ആ സ്ഥാനം പിടിച്ചടക്കി. പഴയ ഗ്രാമഫോണിൻ്റെയും റേഡിയോയുടെയും സ്ഥാനത്തേക്ക് ടെലിവിഷനും കമ്പ്യൂട്ടറും എത്തിച്ചേർന്നു. മണ്ണെണ്ണ വിളക്കിൻ്റെ ചോട്ടിലിരുന്നുള്ള പഠനം 90കളിലെ മലയാളികൾ മറന്നിട്ടുണ്ടാവില്ല. മണ്ണെണ്ണ വിളക്കിനും റാന്തൽ വിളക്കിനുമൊക്കെ പകരക്കാരനായി ബൾബ് എത്തി. രാത്രി സഞ്ചാരത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചൂട്ടുകറ്റയും റാന്തലും മണ്ണെണ്ണ വിളക്കും പിന്നീട് ടോർച്ചിന് വഴിമാറി. ഓലക്കുടയ്ക്ക് പകരം ശീലക്കുടയും, പാളത്തൊട്ടിക്ക് പകരം ഇരുമ്പ് തൊട്ടിയും, പാളത്തൊപ്പിക്ക് പകരം വർണ്ണാഭമായ തൊപ്പികളും സ്ഥാനം പിടിച്ചു. കാളവണ്ടികളുടെ സ്ഥാനം ബസ്, മോട്ടോർ സൈക്കിൾ, കാർ എന്നിവയിലൂടെ മുന്നേറി ഇന്നത്തെ വാഹനങ്ങളിൽ എത്തിച്ചേർന്നു. എഴുത്താണിയും താളിയോലയും ഉപയോഗിച്ചായിരുന്നു പണ്ട് കാലങ്ങളിൽ എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത് ബുക്കും പേനയുമായി മാറി. ഇന്നത്തെ സ്കൂൾ ബാഗുകൾക്ക് പകരം പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ട്രങ്ക് പെട്ടികളായിരുന്നു. കത്തുകളുടെ വരവിനായി കാത്തിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പിന്നീട് ലാൻഡ് ഫോൺ ഉണ്ടായി. ഇപ്പോൾ മൊബൈൽ ഫോണും. പ്ലാവില കൊണ്ട് കഞ്ഞി കുടിച്ചിരുന്ന കാലം മാറി. പിന്നീട് മരത്തവികളും, ശേഷം ചിരട്ടത്തവികളും, ഇപ്പോൾ സ്റ്റീൽ തവികളും ഉണ്ടായി. ചിരട്ട തേപ്പുപെട്ടിക്ക് പകരം കറണ്ട് കൊണ്ടുള്ള തേപ്പുപെട്ടി രംഗത്തെത്തി. പുട്ടുകുറ്റി, ഇരിക്കാനുള്ള കൊരണ്ടി, നെല്ലളക്കാനുള്ള പറ ഉൾപ്പെടുന്ന കാർഷിക ഉപകരണങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങളും താമ്പൂലവും വയ്ക്കുന്ന പെട്ടികൾ, ചിരവ, തൈര് കടയുന്ന കോൽ തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ ഒരു കാലഘട്ടത്തിൻ്റെ ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളാണ്. ഓല കൊണ്ട് കളിപ്പാട്ടമുണ്ടാക്കി കളിച്ചും, ടയർ ഉരുട്ടി കളിച്ചും, മണ്ണപ്പം ചുട്ടും, കോട്ടി കളിച്ചും ചിരിച്ചുല്ലസിച്ചു കഴിഞ്ഞ ആ പഴയ ബാല്യകാലം ഇന്ന് ഏകദേശം മൊബൈൽ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായി കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. കേരള തനിമയുള്ള ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകൾ എക്കാലത്തും മലയാളിയുടെ മനസ്സിൽ മധുരമുള്ള ഓർമ്മകളായി എന്നും നിലനിൽക്കും.